അമേരിക്കയിൽ വാഷിങ്ടൺ DC എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ അവിടെ രാവിലെ ഒരു 8 മണി സമയത്ത് ഒരു ഹിഡൻ ക്യാമറകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 45 വയസ്സ് പ്രായമുള്ള ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു വ്യക്തി തൻ്റെ ഈ വയലിൻ ഇങ്ങനെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വയലിൻ വായിച്ചത് 8 മണി മുതൽ 8:45 വരെ വയലിൻ വായിച്ചു. ഈ 45 മിനിറ്റ് വയലിൻ വായിച്ചപ്പം ഇദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഈ മെട്രോ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തിരക്കിൽ രാവിലെ നടന്നുകൊണ്ട് ഓടിപ്പോയൊരു 3000-ത്തിലടുത്ത് ആളുകൾ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയുകയാണ്. പക്ഷേ ഈ 3000 ചില്ലാൻ പേരിൽ 7 പേര് മാത്രമാണ് ഈ വയലിൻ വായിക്കുന്ന വ്യക്തിയുടെ വയലിൻ ഈ സംഗീതം ആസ്വദിച്ചത്. അത് 27 പേര് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തു. $53 അദ്ദേഹത്തിന് കിട്ടി. ഇനി ആരാണ് ഈ വയലിൻ വായിച്ചതെന്ന് ചോദിച്ചാൽ ലോകപ്രശസ്തനായ സോളോ വയലിനിസ്റ്റ് ജോഷുവ എബൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ വംശജനാണ് ഈ വയലിൻ വായിച്ചത്. ഈ വയലിൻ വായിച്ച വ്യക്തിയുടെ കയ്യിരിക്കുന്ന വയലിൻ്റെ വില $3 മില്യൺ വയലിനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിരുന്നത്. ലോകപ്രശസ്തരായ 6 പ്രശസ്തരുടെ സോളോസ് സംഗീതത്തിലൂടെ 45 മിനിറ്റ് വായിച്ചിട്ട് 3000-ത്തിനടുത്ത് ആളുകൾ യാത്ര ചെയ്ത് പോയിടത്ത് 7 പേര് മാത്രമാണ് ആ സംഗീതം ആസ്വദിച്ചത്. ഇത് അമേരിക്കയിൽ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ട് അവർ വാഷിങ്ടൺ മാഗസിന് നടത്തിയിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫലമായിട്ട് നടത്തിയ ഒരു ലൈവ് ഷൂട്ടാണ്. ഈ ജോഷുവ എബൻ ഏകദേശം 4 ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയിൽ വാഷിങ്ടണിൽ അദ്ദേഹത്തിൻ്റെ ഈ സംഗീത ഷോയ്ക്ക് ഒരു ടിക്കറ്റ് $300 ഒരു ടിക്കറ്റ് വിറ്റത്. 4 മണിക്കൂർ കൊണ്ട് ഓൺലൈൻ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ നോക്ക്, വസ്ത്രം കൊണ്ടും രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പലതിനും വിലയിടുന്നുണ്ടെന്ന് വലിയ ഒരു തെളിവ് സമ്മാനിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ നമുക്ക് ലോകം തുറന്നു കാണിച്ചത്. പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട ചില സൗഹൃദങ്ങളും ചില ഇടങ്ങളും ഇന്ന് വലിയ പ്രായോഗികമായിട്ട് നമ്മളതിന് ഇടം കൊടുക്കുന്നില്ല എന്നതാണ് വലിയ ഒരു വസ്തുത. ഇന്ന് ഈ മൈതാനത്തിരിക്കുന്ന എല്ലാവരോടും ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളെല്ലാം കൊണ്ട് തികഞ്ഞ സന്തോഷം അനുഭവിക്കുന്നവരാണോ? ഒന്ന് മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കിക്കേ. ഈ തിരക്കുള്ള ഈ ആധുനിക നവമാധ്യമ ഈ കാലഘട്ടത്തിൽ ഞാൻ മക്കളെ കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഭർത്താവിനെ കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഭർത്താവ് ഭാര്യയിൽ നിന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് അനുഭവിക്കുന്ന മാനസിക വൈകാരിക സങ്കടങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, മാനസികം എല്ലാം നമ്മളെ അലട്ടുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രഭാതത്തെയും നമ്മളിങ്ങനെ കണ്ട് പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് പുലർത്തിയിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ജീവിച്ച് പോകുന്നത്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവർക്കും തുടങ്ങുന്നൊരു പരിപാടിയുണ്ട്. ഇനി എന്തിനാ ഇതൊക്കെ? വയസ്സായില്ലേ, ഇനിയിപ്പോൾ എങ്ങോട്ടാണ്? ഞാനതിനൊന്നുമില്ല. ഞാൻ പണ്ട് പാട്ട് പാടുമായിരുന്നു. പണ്ട് ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. പണ്ട് ഞാൻ ഗാനമേളയ്ക്കൊക്കെ പോവുമായിരുന്നു. പണ്ട് എത്ര സമയം വേണമെങ്കിലും ഞാൻ KPCയുടെ നാടകമൊക്കെ രാത്രി 3 മണി വരെ പോയി ഇരുന്ന് കേട്ട് ഞാൻ വന്നൊരു ചരിത്രം പണ്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു. പണ്ട് ഞാൻ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുമായിരുന്നു. ഈ പണ്ട് എപ്പോഴാണ് ശരിക്കും? ഈ പണ്ടെന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല. പണ്ട് ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് ചെയ്തൊരു കുട്ടി ഇപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിനകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഹൃദയത്തിനകത്തേക്കൊന്ന് കയറിയിട്ട് ആ പണ്ട് എഴുതിയ, പാടിയ, ഡാൻസ് കളിച്ച, ചിത്രം വരച്ച, സിനിമ കണ്ട, ഗാനമേള കണ്ട, നാടകം കണ്ട, ഉച്ചത്തിൽ കൈയടിച്ച, മൈതാനത്ത് വെയിലുകൊണ്ട് മാവിൻ ചുവട്ടിൽ പോയിട്ട് ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ പറിച്ച് ആ മാങ്ങ എടുത്ത് ഉറിഞ്ചി കുടിച്ച ബാല്യത്തിലെ കുട്ടി ഇപ്പോഴും നമ്മുടെ ഹൃദയാന്തരങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അകത്ത് കയറിയിട്ട് അവൻ്റെ കൈ ഒന്ന് പിടിച്ച് പുറത്തോട്ട് വന്നിട്ട് 60 വയസ്സുകാരാ, 65 വയസ്സുകാരി അമ്മേ, ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട് നന്നായിട്ടൊന്ന് വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് എനിക്ക് പറ്റുമെന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ബയോളജിക്കൽ ഏജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പത്മഭൂഷൺ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് 72 ആണ്. 72 വയസ്സും 4 മാസമായി മമ്മൂട്ടിയുടെ ഏജ്. കണങ്കാൽ എന്ന് പറയുന്ന സിനിമയിൽ തകർത്ത് മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ ബയോളജിക്കൽ ഏജ് അല്ല, മമ്മൂട്ടിയുടെ ക്രോണിക്കൽ ഏജ് എന്ന് പറയുന്നത് 32 ഏജാണ്. 32 വയസ്സുകാരനാണ് മമ്മൂട്ടി. 32 വയസ്സുകാരൻ്റെ സ്കിന്നും 32 വയസ്സുകാരൻ്റെ ഇന്റേണൽ ഓർഗൻസുമായിട്ടാണ് 72 വയസ്സും 4 മാസമുള്ള മമ്മൂട്ടി നടക്കുന്നു എന്നതിൽ മമ്മൂട്ടിയുടെ സമ്പത്തല്ല അവിടെ പ്രധാനം. അത് മമ്മൂട്ടിക്കല്ലേ എന്നല്ല, ദിനചര്യകളും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പറ്റുന്ന വസ്തുവകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ സാധാരണ അമ്മയ്ക്കും ഒരച്ഛനും ഒരുപക്ഷെ ഇന്ന് ജീവിക്കാൻ പറ്റും. ഇന്ന് 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 പേര് ഇന്ന് ഹൃദയം നിലച്ചിട്ടും സൈലന്റ് അറ്റാക്കും കാർഡിയോ അറസ്റ്റും വന്നിട്ട് മരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അതിന് പറയും കോവിഡിന് ശേഷമുള്ളൊരു കോവിഡ് വാക്സിനേഷനാണ്. എല്ലാവരും പറയാം, പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ കേട്ടോ, 10ൽ 3 പേർ 45 വയസ്സ് കഴിഞ്ഞവർ ഇന്ന് നിപ്പിൽ ഹൃദയം പൊട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ അമ്മമാരൊന്നും ഹൃദയം പൊട്ടി മരിക്കത്തൊന്നുമില്ല. അറ്റാക്ക് ഒന്ന് മരിക്കുന്ന സ്ത്രീകൾ 100-ൽ ഒരു 2% ഉള്ളൂ. ഒരു അമ്മമാരും മരിക്കാതിരിക്കട്ടെ. ഈ അമ്മമാർ ഹൃദയസ്തംഭനം വരാതിരിക്കാനുള്ള കാരണം ഈ അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട്. അമ്മ ചട്ടിയോടും പാത്രത്തോടും പിള്ളേരോടും ഭർത്താവിനോടും ഇങ്ങനെ പിറുപിറുത്ത്, മകനോടാണെങ്കിലും പറയും നിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വേദനയ്ക്ക് അനുഭവിക്കുന്നത്, നീ ഒറ്റ കാരണം ഞാനും എൻ്റെ അച്ഛനും പിണങ്ങിയിരിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞും മൂക്ക് വിഴിഞ്ഞിട്ടും അമ്മ അങ്ങനെ സങ്കടങ്ങളെ മുഴുവനും കരഞ്ഞു തീർക്കും അമ്മ. അതുകൊണ്ട് അമ്മയുടെ ഹൃദയം എപ്പോഴും നൈർമല്യമുള്ള ഹൃദയമാണ്. ആ ഹൃദയം പൊട്ടാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ പുരുഷന്മാർ എല്ലാം അകത്ത് വെച്ചിട്ട് ശ്വാസം പിടിച്ചും മസിൽ പിടിച്ചിട്ടും ഒരണ്ടിട്ടും ദേഷ്യപ്പെടുത്തിയിട്ടും നമ്മളൊന്നും തുറന്നു പറയാതെ സാമ്പത്തികം, മാനസികം, ജോലി എന്നുള്ള പ്രശ്നങ്ങൾ, കുട്ടികളുടെ പഠനത്തിലെ മികവില്ലാത്തതിനെല്ലാം നമ്മൾ ഉള്ളിൽ വെച്ച് അവസാനം നമ്മുടെ ഹൃദയം ഒരു ദിവസം പൊട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ബയോളജിക്കൽ ഏജ് നമ്മളെല്ലാം നോക്കുക. നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ നിങ്ങളൊക്കെ തിരിച്ചറി കാർഡിലും നിങ്ങളൊക്കെ ആധാർ കാർഡിലുള്ളതാണ് നിങ്ങളുടെ ക്രോണിക്കൽ ഏജ്. അത് യഥാർത്ഥത്തിൽ ജനിച്ചന്ന് തൊട്ടുള്ള ഒരു കൃത്യമായിട്ട് വയസ്സാണ്. ആ വയസ്സല്ല നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡം. ഒരുപക്ഷെ 40 വയസ്സുകാരാ നിന്റെ ഹൃദയം എവിടെയാണ് പ്രവർത്തിക്കുന്നത്, നിന്റെ കിട്ടിയുടെ ഫംഗ്ഷൻ എവിടെയാണ് നിൽക്കുന്നത്, നിന്റെ ഹൃദയം എത്രമാത്രം വയസ്സായി. ഒരുപക്ഷെ നിന്റെ ഹൃദയം 70 വയസ്സുകാരൻ്റെ ഹൃദയമായിട്ട് പ്രവർത്തനം നിലയ്ക്കാൻ പോകുന്ന അവസരമാണെങ്കിൽ ചെറിയ സംഖ്യകളൊക്കെ മുടക്കി നല്ല ആശുപത്രികളൊക്കെ പോയി ഒന്ന് പരിശോധിക്കണം. അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 പവൻ സ്വർണം കഴുത്തിലുണ്ടെങ്കിൽ 1,35,000 രൂപ വിലയുണ്ട്. പൊന്നമ്മമാരെ, സഹോദരിമാരെ, ഈ മാല ഇട്ടാൽ ആരും കാണാൻ പോകുന്നൊന്നുമില്ല, ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നു അന്ന് നിങ്ങളുടെ കൈകളിലെയും കാതുകളിലെയും നിങ്ങളുടെ കഴുത്തുകളിലെയും സ്വർണ്ണാഭരണങ്ങൾ മറ്റൊരുവൻ്റെ കയ്യിലേക്ക് അത് പടികടന്നെത്തും. ഒരുപക്ഷെ അവിടെ അതെല്ലാം വേണമെങ്കിൽ അതൊക്കെ ഒന്ന് വിറ്റിട്ട് പൈസ കയ്യിൽ വെച്ചിട്ട് 6 മാസം കൂടുമ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത്, എവിടെയാണ് എൻ്റെ ആന്തരിക അവയവം എവിടെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി സ്വന്തം ശരീരത്തെ സ്നേഹിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാം. പിന്നെ എല്ലാ മാതാപിതാക്കളും ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ 4 അണയുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങളുടെ അവസാന ശ്വാസം നിലയ്ക്കുന്ന അന്ന് മാത്രമേ അത് മറ്റൊരുവൻ്റെ കയ്യിലേക്ക്, അതായത് മക്കളാണെങ്കിലും അത് കടന്നു ചെല്ലാവൂ. അല്ലെങ്കിൽ 1248 വൃദ്ധസദനങ്ങളുണ്ട്. അതിൽ 1,16,000 വരുന്ന മാതാപിതാക്കൾ മക്കൾ സ്വത്ത് എഴുതിക്കൊണ്ടതിൻ്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. കേരളത്തിലെ ഏകദേശം എല്ലാ അനാഥ മന്ദിരങ്ങളിലും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൃത്യമായിട്ട് അമ്മമാരെ അച്ഛന്മാരുടെയൊക്കെ അവരുമായിട്ട് സൗഹൃദം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്. പല അമ്മമാരും പല അച്ഛന്മാരും ഹൃദയം പൊട്ടി മരിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നുമില്ല സാർ, ഇപ്പോൾ 3 മക്കളെ പോറ്റി വളർത്തി, ഒരുത്തൻ റോഡ് സൈഡിൽ ഞാൻ സ്ഥലം കൊടുത്തു, ഒരുത്തന് കുറച്ച് കുന്നിൻ്റെ മുകളിലെ സ്ഥലം ഞാൻ കൊടുത്തുപോയി, അതുകൊണ്ട് അവൻ പറയണത് നീ അച്ഛനെ കൊണ്ട് നോക്കണം, നിനക്കല്ലേ റോഡ് സൈഡ് സ്ഥലം തന്നത്, നീ ഡയലോഗൊന്നും അടിക്കാൻ വരണ്ട, നിനക്ക് അച്ഛനെ നോക്കേണ്ട പണി എന്ന് പറഞ്ഞ് അവൻ ഇവനോട് പറയും, ഇവൻ അവനോടും പറയും, സാറേ ചെറുപ്പത്തിൽ എൻ്റെ മക്കള് എൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ, എൻ്റെയും എൻ്റെ ഭാര്യയുടെ ഇടയിൽ കയറി കുത്തിമറിഞ്ഞ് കിടക്കാൻ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ നിന്ന എൻ്റെ 2 മക്കളും ഇപ്പൊ പറയാണ് നീ നോക്കടാ, അല്ലെങ്കിൽ അവൻ പറയാണ് നീ നോക്കടാ. നോക്ക്, കാലം കുറെ കഴിഞ്ഞ് നിന്നപ്പം വാർദ്ധക്യം വരുമ്പോൾ മക്കൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടാകുന്നൊരു കാലം ഒരുപക്ഷെ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളേന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ഉരുകി ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകുന്നത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകി ജീവിക്കുന്നത് കാണിച്ച് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷവും. അല്ലെങ്കിൽ ആസ് പെർ ഐ ആം കൺസേൺ യുവർ എ ബിഗ് സീറോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടപൂജ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ വാക്ക് ഒരിക്കൽ കൂടി ഞാൻ 3 വട്ടം റിപ്പീറ്റ് ചെയ്തു, അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അമ്മ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ വെറുതെ അല്ല ഭാര്യ എന്ന പരിപാടി നടക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു ഭാഗം പാരലൈസായി പോകുന്നത്, അതിനുശേഷം അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോഴിക്കോടിലെ എന്ന് പോയി ഏറ്റവും വലിയ ആശുപത്രിയിൽ എൻ്റെ അമ്മ 6 മാസം ചികിത്സ നടത്തിയത്. ഇനി അമ്മ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അമ്മയും ഒരു ഹൈഡ്രോളിക്കിൻ്റെ കട്ടിലും എൻ്റെ കയ്യിൽ തന്നിട്ട് നേരെ ഞാൻ മഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിൽ വന്നു. ആ ക്വാർട്ടേഴ്സിനകത്ത് ഈ കട്ടിൽ കയറില്ല, അകത്തേക്ക് ചെറിയ വാതിലാണ്. ആ കട്ടിൽ തൊട്ടടുത്ത പ്രശാന്തി എന്നൊരു ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന് ഞാൻ 4,000 രൂപയ്ക്ക് കട്ടിൽ കൊടുത്തു. പിന്നെ ഏകദേശം അമ്മ ഈ പോലീസ് ക്വാർട്ടേഴ്സിലാണ് അമ്മയുടെ കിടത്തം. അങ്ങനെ മഞ്ചേരി സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പെട്രോളിങ്ങിന് പോയപ്പോഴാണ് ഒരു മഞ്ചേരി മുള്ളമ്പാറ എന്ന് പറയുന്ന ആശുപത്രിയിൽ കുറേ അമ്മമാരെയൊക്കെ കണ്ടപ്പം, അവിടെ ഗവൺമെൻറ് ആശുപത്രിയാണ്, ഒരു ഡോക്ടർ സത്യനാരായണൻ എന്നൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കയറി കണ്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ സാമ്പത്തികപരമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ലോണും മടവും അമ്മയുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ സങ്കടങ്ങളാണ്, എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നാൽ അമ്മയ്ക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അമ്മയെ കൊണ്ടുപോവാ,
ഒരു നീണ്ട ചികിത്സ നമുക്ക് കൊടുത്താൽ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ ഞാൻ കൊണ്ടുപോയി. 1 വർഷവും 1 മാസവും 11 ദിവസവും എൻ്റെ അമ്മ ആശുപത്രിയുടെ അകത്തുണ്ടായിരുന്നു. കൂടെ പല ദിവസവും ഡ്യൂട്ടിക്ക് പോയി ഞാൻ അവിടെ നിന്നായിരുന്നു. മകൻ സ്കൂളിൽ പോയതും അവിടെ നിന്നാണ്. 1 വർഷവും 1 മാസവും 11 ദിവസം കഴിഞ്ഞപ്പം നടക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ നടന്നിട്ടാണ് ഒരു ഓട്ടോറിക്ഷ കയറി എൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വന്നത്. ഇപ്പം അമ്മ എല്ലാ ജോലികളൊക്കെ അമ്മ ചെറുതായിട്ടൊക്കെ അമ്മ ചെയ്യും. ഈ അടുത്തിടയ്ക്ക് കുറച്ച് ഫിസിയോതെറാപ്പിക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ കൈകൾ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ അമ്മ അത്ര കൈ പൊക്കും. ഈ 2 കൈക്കും കാലിനുമായി ഷിവറിങ് ഉള്ളത്. പക്ഷേ അമ്മ കാണാത്തൊരു സിനിമകളും ഇന്ന് നിലവിലില്ല. അമ്മ പോകാത്തൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്ന് കേരളത്തിലില്ല. അമ്മ എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു അമ്മയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കുറവൊന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും സ്നേഹവും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളോടും ഫിലിപ്പ് അമ്പാട്ടിൻ്റെ അപേക്ഷയാണ്, നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളവരെ സങ്കടപ്പെടുത്തരുത്. നിങ്ങളുടെ സങ്കടം ഒരുപക്ഷെ അവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു മകനും മകളും ഈ മണ്ണിൽ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു മകൻ്റെ സങ്കടം കണ്ടാൽ ഹൃദയം പൊട്ടി സങ്കടപ്പെടാനുള്ള 2 ജന്മങ്ങളെ ഈ മണ്ണിൽ പിറവിയെടുത്തിട്ടുള്ളൂ. അത് അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ അവരെ സങ്കടപ്പെടുത്തരുത്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 4 വർഷമാകുക. അച്ഛൻ മരിച്ചിട്ട് ചെർപ്പളശ്ശേരിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എന്നാൽ അപ്പം കിടന്നുറങ്ങിയിട്ടില്ല, അപ്പൻ്റെ ഈ സൈഡിലൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് അപ്പ എന്ത് പറ്റിയെന്ന് ചോദിച്ച്, ഇവിടെ വേദനയാണ് മോനെ എന്ന് പറഞ്ഞു. ഇവിടെ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഞെക്കി, ഇവിടെയാണോ എന്ന് ചോദിച്ചു. അവിടെ അല്ല മക്കളെ എന്ന് പറഞ്ഞു. ഇതാ ഇവിടെയാന്ന് പറഞ്ഞു. അല്ല ഇവിടെ കുറേ ഞെക്കി അച്ഛനെ ഇങ്ങനെ, ഇവിടെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു, മക്കളെ ഇവിടെയാണ് വേദന എന്ന് പറഞ്ഞു. അല്ല ഇവിടെ ഞാനിങ്ങനെ ഞെക്കി, ഇവിടെയാണോ ഇവിടെയാണോ? അല്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇത് പറയലും ഞാൻ അച്ഛനോട് ചെറുതായിട്ടൊന്ന് ചോദിച്ചു, എൻ്റെ പൊന്നപ്പ ഒന്ന് തുറന്ന് പറ, എവിടെ അവിടെ ഇവിടെ അവിടെ എവിടെയെന്ന് ഒന്ന് ഉറപ്പിച്ച് പറ, ഒരു ലോഡ് ഗുളികയുണ്ട് കഴിച്ചു, വേദനയൊക്കെ മാറുന്നു പറഞ്ഞു. ഇത് പറയലും അച്ഛൻ ദയനീയമായിട്ട് എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കി ചെറുതായിട്ട് എൻ്റെ അച്ഛനും ചിരിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ചെറിയ സങ്കടം തോന്നി. അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. പുറത്ത് വന്ന് ഷൂ കെട്ടി. അപ്പോൾ ഷൂ കെട്ടുന്ന സമയത്ത് ഞാൻ വിളിച്ച് അകത്തോട് ചോദിച്ചു, അപ്പോൾ കൊണ്ടുപോകണോ ആശുപത്രിയിൽ? വേണമെങ്കിൽ പറ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ പറ, ആശുപത്രി കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ വേണ്ട മക്കളെ ക്ലാസ്സിലെ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കാറ് കയറി ഞാൻ നേരെ വണ്ടൂർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി കോളേജ്, അവിടുത്തെ ഫംഗ്ഷൻ, അവിടുത്തെ സംഘാടകർ, ഭക്ഷണം, അത് കഴിഞ്ഞ് നേരെ എടപ്പാളിൽ മെഷോൻ്റെ ഒരു മെഗാ ഈവൻ്റ് അവിടെ പോയി. ആ പരിപാടി കഴിഞ്ഞ് 6:30 മണിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വണ്ടി നിർത്തി SPT ATM കയറാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ഫോണ്, അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ സമയമല്ല ഫോൺ കോൾ വന്നിട്ടെന്ന്. അങ്ങനെ ഫോൺ ജീൻസിൻ്റെ പോക്കറ്റിൽ എടുത്ത് നോക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. കോൾ വന്നുകൊണ്ടിരിക്കുക, സൈലൻ്റ് ആയതുകൊണ്ട്. ആ ഫോൺ എടുക്കലും എൻ്റെ അയൽവാസിയാണ്. ഫസ്റ്റ് ചോദ്യം ഇതാണ്, നിങ്ങളൊരു മനുഷ്യനാണോ ഫിലിപ്പേട്ടാ? എത്ര ആൾക്കാർ എത്ര വട്ടം നിങ്ങളെ പട്ടിയെ പോലെ വിളിക്കണം, ഒരു കോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തുകൂടെ? ഇത് പറയലും പേടി, എന്ത് പറ്റിയാണ് രതീഷൻ ചോദിച്ചു. എന്ത് പറ്റാനാണ്? നിങ്ങൾ അച്ഛന് തീരെ വയ്യായിരുന്നു, നിങ്ങൾ അച്ഛൻ പറഞ്ഞിട്ട് വിളിച്ചതാ. ഇപ്പം കുഴപ്പമൊന്നുമില്ല അച്ഛന്. അപ്പോൾ അച്ഛൻ റെസ്റ്റ് എടുക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എവിടെ എത്തി ചോദിച്ചാൽ മഞ്ചേരി എത്തി. നീ കാര്യം പറ, അച്ഛന് കുഴപ്പമുണ്ടോ ചോദിച്ചാൽ ഇല്ല ഒരു കുഴപ്പമൊന്നുമില്ല ആർന്ന്, നിങ്ങൾ പതുക്കെ പോന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ കോള് കട്ട് ചെയ്യലും ഞാൻ എൻ്റെ ഫോണിൻ്റെ ഡയൽ ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഡയൽ മുഴുവനും റെഡ് കളറിൽ മിസ് കോളുകൾ നിറഞ്ഞു കിടക്കുകയാണ്. എൻ്റെ അമ്മ 64 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, 64 ടൈംസ് എൻ്റെ അമ്മ. എൻ്റെ അടി എൻ്റെ പെങ്ങൾ വിളിച്ചിരിക്കുന്നു, അയൽവാസികളെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ പേടിയായി എനിക്ക്. പിന്നെ ആരെയും വിളിക്കാൻ പേടി. ഞാൻ പിന്നെ വണ്ടി നല്ല സ്പീഡിൽ മഞ്ചേരി 30 കിലോമീറ്റർ പിന്നിട്ടത് 20 മിനിറ്റ് കൊണ്ട് ഞാൻ എങ്ങനെ എത്തി. അവിടെ ഓടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ തിരിയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് വണ്ടി എൻ്റെ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനെ കാണാനാണ് പന്താർക്ക പോകുന്നത് മനസ്സിലായി. അങ്ങനെ ഏകദേശം പുഴ കടന്ന് അക്കരെ എത്തിയപ്പോൾ എൻ്റെ പള്ളിയിലെ വണ്ടിയൊക്കെ മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ബൊലോറ വണ്ടിയൊക്കെ. വീടിനടുത്തെത്തി വണ്ടി നിർത്തി ഓടി അകത്ത് ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ പിടിച്ചു വെച്ചു. പക്ഷെ അച്ഛൻ ആ മുറിക്കകത്ത് അച്ഛൻ്റെ കട്ടിലിൽ ഒരിക്കലും ജീവിതത്തിലേക്ക് ഉണരാത്ത രീതിയിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു അച്ഛനെ എനിക്ക് കാണാൻ പറ്റിയത്. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്ത വന്നു മനസ്സിൽ. അപ്പോൾ ആ കുറേ ഗുളിയെല്ലാം എടുത്ത് കഴിച്ചാൽ മതി, അവിടെ വേദന, ഇവിടെ തോന്നലാണത്, ഈ പ്രായത്തിൻ്റെ തോന്നലാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവസാനമായി എന്നെ നോക്കിയൊരു ദയനീയമായ നോട്ടമുണ്ട്. ഇന്നും ആ നോട്ടത്തിൻ്റെ ആഴം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാ വേദികളിലും ഞാനത് പറയുന്നതാണ്. ആവർത്തന വിരസ തോന്നുകയാണെങ്കിൽ സദ്യം ക്ഷമിക്കുക. ഓരോ വേദിയും എൻ്റെ അച്ഛനെ ഞാൻ ഉണർത്തുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ്. അതുകൊണ്ട് ആ ഫ്യൂണറെല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം റൂബി നഗർ സെമിത്തേരിയിൽ ഒരു 9:30 മണിക്ക് കാറെടുത്ത് പോയി. എനിക്ക് അടങ്ങാത്ത വല്ലാത്തൊരു വിമ്മിഷ്ടമൊക്കെ തോന്നിയോണ്ട് സ്വന്തം കാറെടുത്ത് ഞാൻ പോയി. രാത്രിയിൽ ഒരു 9:30 മണി മുതൽ 2:30 മണി വരെ ഞാൻ അച്ഛൻ്റെ അടുത്ത് എൻ്റെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും എൻ്റെ അച്ഛൻ എന്നോട് പെരുമാറിയതും ഓർമ്മകളിൽ നിന്ന്
ആ സെമിത്തേരിയിൽ ആർത്ത് കരഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം ഒരുപക്ഷെ ആ എൻ്റെ കണ്ണീരിലൊപ്പം പോയി ഞാൻ വിശ്വസിക്കുകയാണ് പലപ്പോഴും. ഇപ്പോഴും ഞാൻ സെമിത്തേരി പോകുമ്പോഴൊക്കെ അപ്പം ചെല്ലുമ്പോൾ പറയും, അപ്പാ ഞാൻ വന്നിട്ടുണ്ട്, കൊണ്ടുപോകണോ, വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ചെറിയ വേദനകളെ നിങ്ങൾ കാണാതെ പോകരുത്. നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന ചെറിയ സങ്കടങ്ങളെയും വേദനകളെയും നിങ്ങൾ അവഗണിക്കരുത്. നാളെ നിങ്ങൾക്ക് അവരെ ഒന്നുകൂടെ ശുശ്രൂഷിക്കാം, അല്ലെങ്കിൽ നല്ല ഡോക്ടറെ കാണിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ദൈവം ഒരു അവസരം തന്നൊന്നും വരില്ല. അവർ പറയുന്ന ചെറിയ വേദനകൾ 100% വേദനയാണ്. പക്ഷെ നമ്മുടെ മക്കൾ, ചെറിയ കുഞ്ഞുങ്ങൾ പറയുന്ന വേദനയുണ്ടല്ലോ, അവൻ്റെ കൈയൊന്ന് മുറിഞ്ഞാൽ, കാല് തട്ടിയാൽ, അവൻ്റെ കണ്ണിലൊരു സോപ്പ് പോയാൽ, അവന് പനി വന്നാൽ, പൂരപ്പറമ്പിൽ പടക്കം പൊട്ടുന്ന കണ്ടാൽ എല്ലാം അവൻ ആർത്ത് കരയും. അവൻ അമ്മയും അച്ഛനെയും വേണം. അവൻ്റെ വേദനകളെല്ലാം 10% 100% അവൻ ആ വേദനകളെ പെരുപ്പിച്ച് കാണിക്കും. ആ വേദനകൾ ഒരുപക്ഷെ പെറ്റമ്മയ്ക്കും അവൻ്റെ അച്ഛനും അത് വല്ലാതെ സഹിക്കാൻ പറ്റില്ല. പക്ഷെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെ വേദനകൾ നമ്മൾ 100% വേദനയായിട്ട് നിങ്ങൾ കാണണം. അല്ലെങ്കിൽ നാളെ അവരെ കാണാമെന്ന് വിചാരിച്ചൊരു പക്ഷേ അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതേപോലെ അമ്മ സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മത്തിൻ്റെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാഖയുടെ പേര് അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസയുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരഞ്ഞ ചെടികൾക്കും കരിയാപ്പിലകൾക്കും തെങ്ങിനും കവുനും ഒക്കെ വെള്ളമൊഴിച്ച് കൊടുത്ത് നാളിതുവരെയും ഒരു കർഷകശ്രീ പുരസ്കാരം കിട്ടാത്ത മഹിള മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി വീട് ഉറങ്ങിയതിന് ശേഷം കിടന്നുറങ്ങുന്നവരുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എൻ്റെ അമ്മയില്ലാത്ത വീട്, എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല. എല്ലാവർക്കും നല്ലൊരു നിമിഷം ആശംസിക്കുന്നു.